ഇനി അടുത്ത ക്വസ്റ്റ്യൻ 2n² മൈനസ് n Sn ഇസ് ഈക്വൽ ടു. അപ്പോൾ നമുക്കിതിൽ എന്ത് ചെയ്യാം? ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാം. അതായത് S1 കണ്ടുപിടിക്കാം. 2 ഇൻറ്റു 1ൻ്റെ സ്ക്വയർ മൈനസ് 1 ഈക്വൽ ടു 2 ഇൻറ്റു 1 മൈനസ് 1 ഈക്വൽ ടു 2 മൈനസ് 1 1 കിട്ടും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേം കിട്ടി 1. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? S2 കണ്ടുപിടിക്കാം. അപ്പോൾ S2 കണ്ടുപിടിക്കാനായിട്ട് എന്നിൻ്റെ സ്ഥാനത്ത് 2 കൊടുക്കുക. 2 ഇൻറ്റു 2ൻ്റെ സ്ക്വയർ മൈനസ് 2, അതായത് 2 ഇൻറ്റു 2ൻ്റെ സ്ക്വയർ 4 മൈനസ് 2 ഈക്വൽ ടു 2 4s are 8 മൈനസ് 2 ഈക്വൽ ടു 6 കിട്ടും. ഓക്കെ, അതായത് x1 പ്ലസ് x2 ആണ് എന്ത്? 6 എന്ന് പറഞ്ഞാൽ അതിൽ x1 എത്രയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്? 1 ആണ്. അപ്പോൾ x2 എത്രയാണ്? 5 ആയിരിക്കും അല്ലേ? ഇനി എന്ത് ചെയ്യാം? നമുക്ക് അടുത്തത് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം, അതായത് 5 മൈനസ് 1 4 കിട്ടും കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസും കിട്ടി 4. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് എന്താണ്? xn ഇസ് ഈക്വൽ ടു an പ്ലസ് ബി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. a എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കോമൺ ഡിഫറൻസ് ആണ്, അതായത് 4 ആണ്. ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഫസ്റ്റ് ടേം മൈനസ് കോമൺ ഡിഫറൻസ് ആണ്. ഫസ്റ്റ് ടേം 1 ആണ്, കോമൺ ഡിഫറൻസ് 4 ആണ്. രണ്ടും കൂടി മൈനസ് ചെയ്യുമ്പോൾ വലുതിൽ നിന്ന് ചെറുത് മൈനസ് ചെയ്യുമ്പോൾ 3, എന്നിട്ട് വലുതിൻ്റെ സൈൻ മൈനസ് 3 കിട്ടും. അപ്പോൾ എല്ലാം കിട്ടി. അപ്പോൾ xn ഇസ് ഈക്വൽ ടു a എത്രയാണ്? എൻ്റെ സ്ഥാനത്ത് 4 കൊടുക്കും. n പ്ലസ് ബീൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കും? മൈനസ് 3 കൊടുക്കും. അതായത് 4n, രണ്ട് സൈൻ പ്ലസും മൈനസും വന്നപ്പോഴും മൈനസ് 3, 4n മൈനസ് 3 വരും. ഇനി അടുത്തത് അഞ്ചാമത്തെ സെറ്റിലെ ലാസ്റ്റത്തെ പ്രോബ്ലം. n² മൈനസ് n Sn ഇസ് ഈക്വൽ ടു. അപ്പോൾ ആദ്യം നമുക്ക് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാം. S1 ഇസ് ഈക്വൽ ടു 1² മൈനസ് 1 അല്ലേ? 1 കൊടുത്തു രണ്ടിലും, അതായത് 1 മൈനസ് 1 0 കിട്ടും ഫസ്റ്റ് ടേം അല്ലേ? ഫസ്റ്റ് ടേം 0. ഇനി നമുക്ക് ഇതിൽ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനായിട്ട് ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. അതായത് നമുക്ക് സാധാരണ ഇത് 1 വേർഡ് ക്വസ്റ്റ്യനിലൊക്കെ വരുമ്പോഴേ നമുക്കിത് ഉപയോഗിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? 2 മാർക്കിൻ്റെ ഒക്കെ ക്വസ്റ്റ്യനൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ഇത്ര നേരം ചെയ്തതുപോലെ ഇത്രയും സ്റ്റെപ്സ് നമ്മൾ ചെയ്യണം. ഇനി 1 വേർഡ് ക്വസ്റ്റ്യനൊക്കെ വന്നെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ള ഒരു ഷോർട്ട് കട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഈ n² കോഎഫിഷ്യൻറ്റിനോട് 2 ഇൻറ്റു ചെയ്യാം. ഓക്കെ, ഇവിടെ n² കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ n² തൊട്ടടുത്ത് കിടക്കുന്നത് ആരാണ്? 1 ആണ്. 1 ഉള്ളവർക്ക് എഴുതൂല. അപ്പോൾ 1 ആ n² കോഎഫിഷ്യൻറ്റിനോട് നമ്മൾ എന്ത് ചെയ്യാം? 2 ഇൻറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? കോമൺ ഡിഫറൻസ് കിട്ടും. ഓക്കെ, ഇതാണ് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ള ഒരു ഷോർട്ട് കട്ട് മെത്തേഡ്. നമ്മൾ നേരത്തെ ചെയ്ത കണക്കിൽ n² കോഎഫിഷ്യൻറ്റ് 2n² മൈനസ് n എന്നായിരുന്നു. ഇതിൽ n² കോഎഫിഷ്യൻറ്റ് 2 ആണ്. അപ്പോൾ 2നോട് 2 ഇൻറ്റു ചെയ്താൽ എന്ത് കിട്ടും? 4 കിട്ടും. ഇതായിരുന്നു എന്ത് നേരത്തെ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എന്ത് ചെയ്യാം? ഷോർട്ട് കട്ടായിട്ട് പഠിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? n² കോഎഫിഷ്യൻറ്റിനോട് നമുക്ക് 2 ഇൻറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? കോമൺ ഡിഫറൻസ് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇനി ബാക്കി xn ഇസ് ഈക്വൽ ടു an പ്ലസ് ബി അല്ലേ? a എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോമൺ ഡിഫറൻസ് 2n പ്ലസ് ബി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം മൈനസ് കോമൺ ഡിഫറൻസ്, അതായത് 0 മൈനസ് 2 -2 വരും. -2, അതായത് 2n പ്ലസ് ഇൻറ്റു മൈനസ് -2. ഇനി അടുത്തത് നമ്മൾ 6ാമത്തെ പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്
Calculate the sum of the first 20 natural numbers. ആദ്യത്തെ 20 നമ്പേഴ്സിന്റെ സം കണ്ടുപിടിക്കാനായിട്ടാണ് പറയുന്നത്. അപ്പോൾ സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. S is equal to n/2 into first term plus last term അല്ലേ. അപ്പൊ ആദ്യത്തെ 20 നമ്പേഴ്സിന്റെ അപ്പൊ S20 ആണ് അല്ലെ. SN ആണ് നമുക്ക് ഇത് SN എന്ന് വിളിക്കുകയാണെങ്കിൽ S20 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 20 നമ്പേഴ്സിന്റെ. അപ്പൊ N എന്നുള്ളത് എത്രയാണ്? 20 ആണ്. 20/2. ഇനി ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും എന്താണ്? നാച്ചുറൽ നമ്പേഴ്സിന്റെ ആദ്യത്തെ 20 നമ്പേഴ്സിന്റെ അല്ലേ. അപ്പൊ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1 2 3 എക്സെട്ര എത്ര വരെ? 20 വരെയാണ്. അപ്പൊ ഫസ്റ്റ് ടേം 1, ലാസ്റ്റ് ടേം 20. അപ്പൊ 1 + 20 വരും. ഈക്വൽ ടു ഇത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 10 കിട്ടും അല്ലെ. 10 × 21 വരും. അതായത് ഇൻറ്റു ചെയ്യുമ്പോൾ 210. അടുത്തത് 6ലെ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദ സം ഓഫ് ദ ഫസ്റ്റ് 20 നമ്പേഴ്സ് ഗോട്ട് ബൈ മൾട്ടിപ്ലൈയിങ് ദ നാച്ചുറൽ നമ്പേഴ്സ് ബൈ 5 ആൻഡ് ആഡിങ് 1. അതായത് ഇതും എന്തിന്റെ സം കണ്ടുപിടിക്കാനായിട്ടാണ്? നാച്ചുറൽ നമ്പേഴ്സിന്റെ സം കണ്ടുപിടിക്കാനായിട്ടാണ് പറഞ്ഞേക്കുന്നത്. അതിലെന്താ പറഞ്ഞേക്കണത്? ഓരോ നാച്ചുറൽ നമ്പേഴ്സും എന്താ ചെയ്തേക്കണത്? മൾട്ടിപ്ലൈയിങ് ദ നാച്ചുറൽ നമ്പേഴ്സ് ബൈ 5 ആൻഡ് ആഡിങ് 1. ഓരോ നാച്ചുറൽ നമ്പേഴ്സിനും 5 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തുണ്ട്? 1 വെച്ചിട്ട് പ്ലസ് ചെയ്തിട്ടുമുണ്ട്. അപ്പൊ ഓരോ നമ്പറും എങ്ങനെയിരിക്കും? അതായത് 1 2 3 അങ്ങനെയാണ് നാച്ചുറൽ നമ്പേഴ്സ് അല്ലേ. അപ് ടു 20 വരെ അല്ലെ. 20 നമ്പേഴ്സ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇതിനെ ഓരോ നമ്പേഴ്സിനെയും 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് 1 വെച്ച് പ്ലസ് ചെയ്യുമ്പോൾ 1 5 5 + 1 6 വരും. ഇത് 2 5 10 + 1 11 വരും അല്ലെ. ഇവിടെ 3 5 15 + 1 16 വരും. അപ്പൊ അങ്ങനെ പോകുന്ന സീക്വൻസ് ആണ് നമുക്ക് കിട്ടുന്നത് അല്ലെ. അപ്പൊ ഇതിന്റെ സം കണ്ടുപിടിക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ലാസ്റ്റ് നമ്പർ എത്ര വരും? 20 × 5 100 + 1 101 വരും. അപ്പൊ സം ഇസ് ഈക്വൽ ടു S20 അല്ലെ. 20 ടേംസിന്റെ സം ആണ്. S20 സം ഇസ് ഈക്വൽ ടു n/2. n എത്രയാണ്? 20 നമ്പേഴ്സ് ബൈ 2 ഇൻറ്റു ഫസ്റ്റ് ടേം എത്രയാണ്? ഫസ്റ്റ് ടേം 6 പ്ലസ് ലാസ്റ്റ് ടേം 101 ഈക്വൽ ടു ഇത് കട്ട് ചെയ്യുമ്പോൾ 10 കിട്ടും. 10 ഇൻറ്റു 101 + 6 107. അതായത് 1070 വരും. ഇനി അടുത്തത് ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. അതിൽ കാൽക്കുലേറ്റ് ഓൾസോ ദ സം ഓഫ് ദ ഫസ്റ്റ് n ടേംസ്. n ടേംസിന്റെ സം കൂടി കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ നമുക്കറിയാം ഏറ്റവും അവസാനത്തെ നമ്പർ എന്തായിരിക്കും? n ആയിരിക്കും അല്ലെ. 6 11 പിന്നെന്താ 15 + 16 അങ്ങനെ പോയി ഏറ്റവും അവസാനം n ടേംസിന്റെ കണ്ടുപിടിക്കാനായിട്ടാണ് പറഞ്ഞേക്കുന്നത്. 1 2 3 ആണെങ്കിലാണ് പോയിട്ട് n വന്നത്. ഇവിടെ അവസാനം എന്ത് വരും? 5നെ n വെച്ചിട്ട് പ്ലസ് ഇൻറ്റു ചെയ്യുമ്പോൾ 5n + 1. n-നെ 5 വെച്ചിട്ട് ഇൻറ്റു ചെയ്തിട്ട് +1 ചെയ്യാനാണ്. അപ്പൊ nth ടേം എന്ത് കിട്ടും? 5n പ്ലസ് ലാസ്റ്റ് ടേം 5n + 1 ആണ് കിട്ടുന്നത്. അപ്പൊ സം ഇസ് ഈക്വൽ ടു n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. അതായത് ഇതിൽ nth ടേമിന്റെ n എന്ന് പറഞ്ഞെങ്കിൽ n തന്നെയാണ്. n/2 ഇൻറ്റു ഫസ്റ്റ് ടേം എത്രയാണ്? ഇവിടെ 6 ആണ്. പ്ലസ് ലാസ്റ്റ് ടേം എത്രയാണ്? 5n + 1 ആണ്. ഓക്കെ. ഇനി n/2 ഇൻറ്റു 6 + 1 7. അതായത് 5n + 7 വരും. അതായത് ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഈ n/2നെ ഉള്ളിലോട്ട് ഇൻറ്റു ചെയ്യുക. അതായത് ഈ n/2 5n-നും 7-നും കോമൺ ആണ്. അപ്പൊ n/2 ഇൻറ്റു 5n എന്തൊക്കെ വരും? ഒരു 5 ഉണ്ട്, 2 n ഉണ്ട്. അപ്പൊ n².
ബൈ ഒരു 2 ഉണ്ട് പ്ലസ് ഇനി n/2 ഇൻറ്റു 7. അപ്പോൾ 7n/2. അപ്പൊ ഇതാണ് nth ടേമിന്റെ സം എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 7th ക്വസ്റ്റ്യൻ. How much more is the sum of the first 25 terms of the arithmetic sequence 15, 21, 27 than the sum of first 25 terms of the arithmetic sequence 7, 13, 19? അതായത് രണ്ട് സീക്വൻസസ് തന്നിട്ടുണ്ട്. 15, 21, 27 എന്ന് പറഞ്ഞൊരു സീക്വൻസും 7, 13, 19 എന്ന് പറയുന്ന വേറൊരു സീക്വൻസും. അപ്പൊ ഇതിൽ ആദ്യം നമുക്കൊരു ഷോർട്ട് കട്ട് മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഷോർട്ട് കട്ട് മെത്തേഡ് വെച്ച് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ ആദ്യം നോക്കുക രണ്ട് സീക്വൻസിന്റെയും കോമൺ ഡിഫറൻസ് എത്രയാന്ന് നോക്കുക. രണ്ട് സീക്വൻസിന്റെയും കോമൺ ഡിഫറൻസ് സെയിം ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഷോർട്ട് കട്ട് മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിന്റെ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 21 മൈനസ് 15 എത്ര വരും? 6 വരും. ഇതിന്റെ കോമൺ ഡിഫറൻസ് 13 മൈനസ് 7 6 വരും. അപ്പൊ രണ്ടിന്റെയും കോമൺ ഡിഫറൻസ് സെയിം ആണ്. അപ്പോ ഇനി എന്ത് ചെയ്യാം നമുക്ക്? ഇനി നമുക്ക് ഇതിന്റെ പൊസിഷൻ ഡിഫറൻസ് നോക്കാം. അതായത് ഓരോന്നിന്റെയും പൊസിഷന്റെ ഡിഫറൻസ്, അതായത് 15 മൈനസ് 7 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 8 കിട്ടും. ഇവ തമ്മിലുള്ള പൊസിഷന്റെ ഡിഫറൻസ് 8 ആണ്. അപ്പൊ എത്ര പൊസിഷൻസ് ഡിഫറൻസ് വരുന്നുണ്ട്? എത്ര ടേംസിന്റെ സമ്മിന്റെ ഡിഫറൻസ് കണ്ടുപിടിക്കാനായിട്ടാണ് പറഞ്ഞേക്കുന്നത്? 25 ടേംസിന്റെ സമ്മിന്റെ ഈ രണ്ടെണ്ണത്തിന്റെയും സമ്മ് കണ്ടുപിടിച്ചിട്ട് 25 ടേംസിന്റെ സമ്മ് കണ്ടുപിടിച്ചിട്ട് അതിൽ എത്ര കൂടുതലുണ്ട്, ആദ്യത്തെ സെറ്റ് രണ്ടാമത്തെ സെറ്റിനേക്കാളും എത്ര കൂടുതലുണ്ട് എന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഇതിന്റെ പൊസിഷന്റെ ഡിഫറൻസ് 8 ആണ്. എത്ര ഡിഫറൻസ് ഉണ്ട്? അതുപോലെ 25 ഡിഫറൻസസ് ഉണ്ട് പൊസിഷനില്. അപ്പൊ എത്ര കിട്ടും? ഇൻറ്റു ചെയ്യുമ്പോൾ 200 കിട്ടും. അപ്പൊ ഫസ്റ്റത്തെ സം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 200 മോർ ദാൻ ദ സെക്കൻഡ് സം. ഇനി അടുത്തത് നമ്മൾ വേറെ മെത്തേഡ് ഏതാണ് ചെയ്യുന്നത്? അതായത് ആദ്യത്തെ സെറ്റിന്റെ സമ്മ് കാണും, സമ്മിന്റെ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ആദ്യത്തെ സെറ്റിന്റെ സമ്മ് കാണും, അതിനുശേഷം രണ്ടാമത്തെ സെറ്റിന്റെയും സമ്മ് കാണും. എന്നിട്ട് എന്ത് ചെയ്യും? രണ്ട് സമ്മും കൂടി, ഇപ്പൊ ആദ്യത്തത് എന്താണ്? S1 ആണെങ്കിൽ രണ്ടാമത്തത് S2 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? S2 മൈനസ് S1 ചെയ്യും. ഓക്കെ, രണ്ടിന്റെ ഡിഫറൻസ് കണ്ടുപിടിച്ചിട്ട് അപ്പോഴും നമുക്ക് എന്താ കിട്ടണത്? 200 തന്നെ കിട്ടും. ആ മെത്തേഡിൽ ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് എന്ത് കിട്ടും? 200 തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ S1 S2 ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞതാണ്. അതായത് ആദ്യത്തെ സീരീസിന്റെ സമ്മാണ്, സെക്കൻഡ് സീരീസിന്റെ സമ്മാണ്, രണ്ടും കൂടി മൈനസ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? സെയിം ആൻസർ. ഇതുപോലെ തന്നെ സെയിം ആൻസർ തന്നെയാണ് കിട്ടുന്നത്. ഇത് ഷോർട്ട് കട്ട് മെത്തേഡ് ആണെന്നുള്ളൂ. അപ്പോൾ നമ്മൾ സമ്മിന്റെ ഇക്വേഷൻ വെച്ചിട്ട് ഇതെങ്ങനെയാണ് ചെയ്യണമെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ആദ്യത്തെ സീക്വൻസിന്റെ സമ്മ് നമുക്ക് കണ്ടുപിടിക്കാം. നമുക്കറിയാം 15, 21, 27 ആണ് അല്ലേ? അപ്പൊ സമ്മിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ആദ്യത്തെ 25 ടേംസിന്റെ ആണ്. സമ്മിന്റെ ഇക്വേഷൻ ഇസ് ഈക്വൽ ടു എത്രയാണ്? എന്താണ്? n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ആണ് അല്ലേ? അപ്പൊ ഇതില് n എത്രയാണ്? 25 ടേംസ് ആണ്. 25/2 ഇൻറ്റു ഫസ്റ്റ് ടേം എത്രയാണ്? 15 പ്ലസ് ലാസ്റ്റ് ടേം നമുക്ക് അറിയാൻ പാടില്ല. ലാസ്റ്റ് ടേം കണ്ടുപിടിക്കുക. അതായത് ലാസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 25th ടേം കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ എന്താണ്? x25 അല്ലെ? 25th ടേം എന്ന് പറയുമ്പോൾ x25, സം എന്ന് പറയുമ്പോൾ 25 ടേംസിന്റെ സം എന്ന് പറയുമ്പോൾ s25. അപ്പൊ 25th ടേം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് ടേം പ്ലസ് n-1 ഇൻറ്റു d. അതായത് ഫസ്റ്റ് ടേം 15 പ്ലസ് 25 ആണ് 24d അല്ലെ? നമ്മൾ നേരത്തെ ചെയ്തതുപോലെ. അല്ലെങ്കിൽ നമുക്ക് an പ്ലസ് ബി വെച്ചിട്ട് നമുക്ക് ചെയ്യാം. എന്നാലും സെയിം ഇതുപോലെ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ 15 പ്ലസ് 24 ഇൻറ്റു ഡി എത്രയാണ്? കോമൺ ഡിഫറൻസ് എത്രയാണ്? 6 ആണ് അല്ലെ? 6 ഈക്വൽ ടു
15 plus 6 4s are 24, 2, 6 2s are 12, 14. Plus ചെയ്യുമ്പോൾ 9, 5, 1. 159 കിട്ടും ലാസ്റ്റ് ടേം. അപ്പോൾ ഇവിടെ നമുക്ക് ലാസ്റ്റ് ടേം എത്രയാണ് കിട്ടുന്നത്? 159 ആണ് കിട്ടുന്നത്. ഈക്വൽ ടു 25/2. ഇനി പ്ലസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 174 കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ 2 ഇതിൽ കട്ട് ചെയ്യാം. 2ൽ 1 ടൈം, 17ൽ 2, 8 ടൈം 7. 25 × 87 കിട്ടും. അപ്പൊ 2175 കിട്ടും ഇൻറ്റു ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സമ്മ് നമ്മൾ കണ്ടുപിടിച്ചു. എത്രയാണ്? 2175. ഇതിന്റെ സീരീസ് 2175 ഫസ്റ്റത്തെ സീക്വൻസിന്റെ സം കിട്ടി. ഇനി നമുക്ക് രണ്ടാമത്തെ സീക്വൻസിന്റെ സം കണ്ടുപിടിക്കാം. രണ്ടാമത്തെ സീക്വൻസ് 7, 13, 19 ഇതാണ് രണ്ടാമത്തെ സീക്വൻസ്. അപ്പൊ ഇവിടെ നമുക്ക് എന്താണ്? ഫസ്റ്റ് ലാസ്റ്റ് ടേം കണ്ടുപിടിക്കാം അല്ലെ? നമുക്ക് ഇക്വേഷനിൽ ലാസ്റ്റ് ടേം ആവശ്യമുള്ളത് കൊണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ലാസ്റ്റ് ടേം കണ്ടുപിടിക്കാം. ലാസ്റ്റ് ടേം കണ്ടുപിടിക്കാനായിട്ട് ഫസ്റ്റ് ടേം പ്ലസ് 25 ടേംസിൻ്റെതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ 24D, അതായത് 7 + 24 ഇൻറ്റു D എത്രയാണ്? 6 ആണ്. ഇൻറ്റു എഴുമ്പോൾ 7 + 24 4, 144 കിട്ടും. പ്ലസ് ചെയ്യുമ്പോൾ 7 + 4 151 ആണ് ലാസ്റ്റ് ടേം നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? സമ്മിന്റെ ഇക്വേഷനിൽ കൊണ്ടുപോയിട്ട് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ സമ്മിന്റെ ഇക്വേഷൻ S25 = n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ഈക്വൽ ടു n എത്രയാണ്? 25/2 ഇൻറ്റു ഫസ്റ്റ് ടേം എത്രയാണ്? 7 ആണ്. പ്ലസ് ലാസ്റ്റ് ടേം നമുക്ക് എത്രയാണ് കിട്ടിയത്? 151 ആണ് കിട്ടിയത്. ഈക്വൽ ടു 25/2 ഇൻറ്റു പ്ലസ് ചെയ്യുമ്പോൾ 158 കിട്ടും. നമുക്ക് കട്ട് ചെയ്യുമ്പോൾ 15ൽ 7 ടൈംസ്, 18ൽ 9 ടൈംസ് ഇൻറ്റു ചെയ്യുമ്പോൾ 1975 കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞതുപോലെ തന്നെ എന്താണ്? ഫസ്റ്റ് സീക്വൻസിന്റെ സമ്മാണ് ഏറ്റവും വലുത് അല്ലെ? സെക്കൻഡ് സീക്വൻസിൻ്റെത് ചെറുതാണ്. അപ്പൊ ഫസ്റ്റ് സീക്വൻസ് എത്ര വലുതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് സീക്വൻസിന്റെ സമ്മിൽ നിന്ന് സെക്കൻഡ് സീക്വൻസിന്റെ സമ്മ് എന്ത് ചെയ്യാം? മൈനസ് ചെയ്യാം. നമുക്ക് 200 ആണ് കിട്ടേണ്ടതെന്നുള്ളത് നമുക്ക് നേരത്തെ അറിയാം. 200. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 10th term of an arithmetic sequence is 50 and 21st term is 75. Calculate the sum of first 30 terms of this sequence. അടുത്തത് സം കണ്ടുപിടിക്കാൻ തന്നെയാണ്. പിന്നെ എന്താ പറഞ്ഞേക്കണത്? 10th ടേം തന്നിട്ടുണ്ട്, അതായത് x10 തന്നിട്ടുണ്ട്. എത്രയാണ്? 50 ആണ്. പിന്നെന്ത് തന്നിട്ടുണ്ട്? 21st ടേം തന്നിട്ടുണ്ട്, x21 തന്നിട്ടുണ്ട്. എത്രയാണ്? 75 ആണ്. സം കണ്ടുപിടിക്കാനായിട്ടാണ് പറഞ്ഞേക്കണത്. ഇപ്പൊ ഇത് രണ്ട് മെത്തേഡിൽ ചെയ്യാം. ഒന്നാമത്തെ ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് ഉണ്ട്. ഷോർട്ട് കട്ട് മെത്തേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് x10 + x21 കണ്ടുപിടിക്കാം. അതായത് 50 + 75 എത്രയാ? 125 കിട്ടും. ഓക്കെ,
നമുക്ക് എത്ര ടേംസിന്റെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്? ആദ്യത്തെ 30 ടേംസിന്റെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് x1 മുതൽ x30 വരെയുള്ള സമ്മാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതില് ഈ രണ്ട് x1ന്റെ x10 പ്ലസ് 21 എന്ന് പറഞ്ഞാലും x1 പ്ലസ് 30 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും സെയിം പൊസിഷൻ ആണ്. അതായത് ഇത് രണ്ടും തമ്മിൽ പ്ലസ് ചെയ്യുമ്പോൾ എത്ര കിട്ടണത്? 31 ആണ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇത് രണ്ടും തമ്മിൽ പ്ലസ് ചെയ്യുമ്പോൾ എത്ര? 31 ആണ് കിട്ടുന്നത്. അതായത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ സമ്മിന്റെ റിവേഴ്സ് ചെയ്യുമ്പോൾ സം എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? 1 2 3 അങ്ങനെ ചെയ്യുമ്പോൾ ഇനി അതിന്റെ റിവേഴ്സ് എടുക്കുമ്പോൾ ഒരു 10 ടേംസിന്റെ ഏറ്റവും ലാസ്റ്റ് 10 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 10 9 8 അങ്ങനെ പോയി ഏറ്റവും അവസാനം 1. അതുപോലത്തെ ഒരു സീക്വൻസ് എടുക്കുമ്പോൾ എന്താ കിട്ടുന്നത്? ഈ രണ്ട് ടേംസിന്റെ സമ്മും എന്തായിരിക്കും? ഈക്വൽ ആണ്. അതായത് ഇവിടെയും 11 ആണ്, ഇവിടെയും 11 ആണ്, ഇവിടെയും 11 ആണ്. അപ്പൊ അതുപോലുള്ള ഒരു പൊസിഷൻ ആണ് ഏത്? x10 പ്ലസ് x21 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും x1 പ്ലസ് 30 എന്ന് പറഞ്ഞാലും. അതായത് നമ്മൾ സെയിം പൊസിഷൻ ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് രണ്ട് ടേമും തമ്മിൽ പ്ലസ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ ഇത് രണ്ടും പ്ലസ് ചെയ്യുമ്പോൾ 30, x1 പ്ലസ് x30 ചെയ്യുമ്പോൾ ആദ്യത്തെ 30 ടേംസിന്റെ സമ്മാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പൊ ആദ്യത്തെ ടേമും ലാസ്റ്റത്തെ ടേമും പ്ലസ് ചെയ്യുമ്പോൾ ഇതും 31 ആണ് കിട്ടുന്നത്. അതായത് ഇതിന്റെ രണ്ടിന്റെ സം എന്താണ്? ഈക്വൽ ആണെന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഇത് 125 ആണെങ്കിൽ ഇതും എന്താണ്? 125 ആണ്. അപ്പൊ ഇതിന്റെ ആദ്യത്തെ 30 ടേംസിന്റെ എന്താണ് സമ്മിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമുക്ക് ആദ്യത്തെ 30 ടേംസിന്റെ സമ്മാണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ അതിന്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? S30 ഈക്വൽ ടു n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ആണ് വരുന്നത് അല്ലെ? അതായത് S30 എന്ന് പറഞ്ഞാൽ n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 30 ടേംസ് ആണ്. 30/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? x1 പ്ലസ് x30 ആണ് അല്ലെ? x1ഉം x30ഉം ആണ് എന്ത്? ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും. അപ്പൊ 30/2 ഇൻറ്റു x1 പ്ലസ് x30 എത്രയാണെന്ന് നമുക്കറിയാം? 125 ആണ്. ഓക്കെ, ഇൻറ്റു ചെയ്യുമ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 15 കിട്ടും. ഇത് ഇൻറ്റു ചെയ്യുമ്പോൾ എന്ത് വരും? 1875 വരും.